നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളവും ബെനിഫിറ്റ്സും എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക? ശമ്പളവും ബെനിഫിറ്റ്സും നിർണ്ണയിക്കുന്ന രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, രണ്ട് കാര്യങ്ങളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ എംപ്ലോയിയുടെ വേർത്താണ്. എന്താണ് എംപ്ലോയിയുടെ വേർത്ത്? ആ എംപ്ലോയി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റിൻ്റെയും ഫ്യൂച്ചറിൽ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലിൻ്റെയും വാല്യൂ ആണ് ഒരു എംപ്ലോയിയുടെ വേർത്ത്. അതെങ്ങനെയാണ് വർദ്ധിപ്പിക്കുക? അത് ഒരു യുണീക്ക് സെറ്റ് ഓഫ് കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യുന്നതിലൂടെ ആ എംപ്ലോയിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ ഘടകം. അത് ഇൻഡിസ്പെൻസിബിലിറ്റിയാണ്, ഇർറിപ്ലേസിബിലിറ്റിയാണ്. ഒരു എംപ്ലോയി ഇൻഡിസ്പെൻസിബിളും ഇർറിപ്ലേസിബിളും ആയി കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് നല്ല ബാർഗൈനിങ് പവർ ഉണ്ടാകും, ബെറ്റർ പേ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ എംപ്ലോയിയും മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ശമ്പളവും ബെനിഫിറ്റ്സും നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനെ മാത്രമല്ല, നമ്മൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്രമാത്രം ഇൻഡിസ്പെൻസിബിൾ ആണ്, ഇർറിപ്ലേസിബിൾ ആണ് എന്നതിനെയും കൂടി ആശ്രയിച്ചിരിക്കുന്നു.